നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറായ ജാസിയെ എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് ദിവസത്തിന് മുമ്പൊക്കെ 5 മാസം ഞാൻ ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ് അവർ വീഡിയോ ചെയ്തിരുന്നു. അവരിപ്പോഴാ BJPയിൽ എത്തിയിരിക്കുന്നു. BJPക്ക് ഇനി എന്താണ് വേണ്ടത്? BJPയിലേക്ക് ഒരുപാട് പേര് ട്രാൻസ് പീപ്പിളിനെ അക്സെപ്റ്റ് ചെയ്തല്ലോ, ഒരുപാട് പേര്. ഞാൻ വിചാരിച്ചത് എന്താണ് ഒരു പാർട്ടി പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിട്ട് വരാത്തതെന്നുള്ള ഞാൻ വിചാരിക്കുന്നുണ്ട്. LDF ഉള്ള സമയത്ത് നമുക്ക് ഒരുപാട് ട്രാൻസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ഒരു സഹായം നമ്മൾക്ക് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ചിഹ്നമാണ്. ജാസി BJPയിൽ വന്നതുകൊണ്ട് തന്നെ BJP കുറെ സീറ്റ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ജാസി എവിടെ ചെന്നാലും ആൾക്കാരെന്തായാലും വന്നു കൂടും. ആ സ്ഥിതിക്ക് BJPക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. BJPയുടെ നല്ല കാലം തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തത്തിൽ BJPയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ജാസി പറയുന്നത്. LDF ഗവൺമെൻറ്റാണ് അവർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്തതെങ്കിലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. രേണു സുധിയും ജാഷിയുമാണ് സോഷ്യൽ മീഡിയയിലെ സ്റ്റാറുകൾ. അവരൊക്കെ BJPയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPയിൽ കുറേ ആൾക്കാരൊക്കെ വന്നു ചേരും. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇവരെയൊക്കെ കൊണ്ടുപോയി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. BJPക്ക് ജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും BJPക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ, ജാസിക്കും നല്ല ഭാവി ഉണ്ടാവട്ടെ.